അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ്റെ ചോദ്യം, എല്ലാ മതവും സ്നേഹിക്കപ്പെടേണ്ടതായ മതമാണ് ആഹ്, എന്ന തത്വം ശരിയാണോ? അല്ല, ശരിയല്ല. കാരണം മതം ഒന്ന് മാത്രമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്, വേറെ മതങ്ങളില്ല. അതുകൊണ്ട് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാം മാത്രമാണ്. വേറെ മതമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത കാനു ഹൂദൻ ഔ നസാറ. അവർ പറയുന്നുണ്ടോ, അവർ വാദിക്കുന്നുണ്ടോ ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും അസ്ബാത്തൊക്കെ ജൂതന്മാരായിരുന്നു, യഹൂദികളായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു, നസാറക്കളായിരുന്നു എന്ന്. ഖുൽ അൻതും അഅലമു, നിങ്ങൾക്കാണോ അറിയുന്നത്? അള്ളാഹുവിനാണോ വിവരമുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്കാണോ? അള്ളാഹു അതിനെ നിഷേധിച്ച് ആക്ഷേപിച്ച് വിരോധിച്ച് പറയുന്നതായ ഭാഗമാണ് അങ്ങനെയുള്ള തത്വം. ഇല്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. ഈ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെ മതമായിട്ട് അംഗീകരിച്ചാൽ ഒരിക്കലും അത് അള്ളാഹു അംഗീകരിക്കുന്നതല്ല, അള്ളാഹു സ്വീകരിക്കുന്നതല്ല, അള്ളാഹു അവനിൽ നിന്നിട്ട് തള്ളിക്കളയുന്നതാണ് എന്നതാണ്. ഫലൻ യുഖ്ബല മിൻഹു എന്നാണ്. അപ്പോൾ ദീൻ ഒന്ന് മാത്രമാണ് അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്. അതാണ് ഇബ്രാഹിം കൊണ്ടുവന്നത്, അതാണ് മറ്റു നബിമാരെല്ലാം കൊണ്ടുവന്നത്, മൂസാ നബി കൊണ്ടുവന്നത്. അതെല്ലാം അവരെല്ലാവരും കൽപ്പിച്ചതും അവരുടെ ഉമ്മത്തുകളോട്, മക്കളോട് മരിക്കുന്ന സന്ദർഭത്തിൽ അവർ ചോദിച്ചതും, നിങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ മരിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ മുസ്ലിമായി ജീവിക്കും, മുസ്ലിമായി മരിക്കും എന്നതാണ് അവർ മറുപടി പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.